ഓക്കെ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൾറെഡി 4-ാം തീയതി നടന്ന എക്സാമിന് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ എക്സാമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീഷെഡ്യൂൾ. അത് പേപ്പർ 1-ൻ്റെതും പേപ്പർ 2-ൻ്റെതും അതുപോലെ തന്നെ ബോത്ത് രണ്ടിനും പ്രശ്നമുള്ളവർക്ക് രണ്ടിനും എന്ത് ചെയ്തിട്ടുണ്ട്, റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എക്സാം. ഓൺലി ദോസ് കാൻഡിഡേറ്റ് ഹൂ വർ ഫൗണ്ട് ടു ഹാവ് ഫേസ്ഡ് ടെക്നിക്കൽ ഇഷ്യൂ ഫേസ് ചെയ്ത കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, എക്സാം എഴുതുക എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം പാർട്ട് 2-ൻ്റെത് പേപ്പർ 2 നടക്കുന്നത് 11 മണി മുതൽ 1 മണി വരെയും, അതുപോലെ പേപ്പർ 1 നടക്കുന്നത് 4 മണി മുതൽ 6 മണി വരെയാണ്. അപ്പോൾ ഏറെക്കുറെ കുട്ടികൾക്കൊക്കെ പേപ്പർ 2 പ്രശ്നമുണ്ടെന്ന് നമ്മൾ അറിയാം. അപ്പോൾ പേപ്പർ 2 പ്രശ്നമുള്ള എല്ലാവരും എന്ത് ചെയ്യുക, എക്സാം എഴുതുക. ഓക്കെ, നാളെ 11 മണി മുതൽ 1 മണി വരെ. അതുപോലെ തന്നെ പേപ്പർ 1-ന് ആർക്കെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂയോ അതേപോലെ തന്നെ പാസ്സാവില്ല എന്നുള്ള കോൺഫിഡൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരും എന്ത് ചെയ്യുക, ഒന്നും കൂടി എക്സാം അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. പേപ്പർ 1 കൂടി അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, ഇഫ് യു ആർ ഇനഫ് കോൺഫിഡൻറ്റ് യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, പേപ്പർ 1-ൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. പേപ്പർ 2-ന് അങ്ങനെ കോൺഫിഡൻറ്റ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ, പേപ്പർ 1-ന് കോൺഫിഡൻറ്റ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കൂടി എക്സാം എഴുതുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ എക്സാം ലിങ്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, സെയിം തന്നെയാണ്. 4-ാം തീയതി നടന്ന എക്സാമിന് എന്താണോ ഉള്ളത് അത് തന്നെയാണ് ലിങ്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ, യൂസർ ID പാസ്വേഡൊക്കെ. ഓക്കെ, ഇൻ കേസ് ഓഫ് സ്റ്റുഡൻസ് ഹാവ് നോട്ട് ഫേസ്ഡ് എനി ഇഷ്യൂ, എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യവുമില്ല. ഓക്കെ, വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്യേണ്ട കാര്യവുമില്ല. ഓക്കെ, എന്ത് ചെയ്യും, ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാൾ കൺസിഡർ ദ മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ ദം ഇൻ ദ എക്സാം ഹെൽഡ് 4th. ആ 4th നടന്ന എക്സാമിൻ്റെ തന്നെ എന്ത് ചെയ്യും, ആ മാർക്ക് തന്നെ എടുക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് വന്നിട്ടുണ്ട്. ഈവൻ ദോ കുട്ടികൾക്ക് സെപ്പറേറ്റ്ലി ഇൻഫോം ചെയ്യുന്നുണ്ട്. അതിന് പുറമെ എന്ത് ചെയ്യാൻ പറയുന്നുണ്ട്, നമ്മളോടും കൂടി ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഫോം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ഓക്കെ, ടെക്നിക്കൽ ഇഷ്യൂ ഉള്ള മക്കളൊക്കെ നിർബന്ധമായിട്ടും നാളെ എക്സാം അതിൻ്റെ സമയത്ത് എന്ത് ചെയ്യുക, എക്സാമുകൾ എഴുതുക. താങ്ക് യു.